കഴിഞ്ഞ ദിവസവും മോദിയുടെ വിദേശ നയം യുക്രൈൻ വിഷയത്തിൽ തരൂർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇനി ഇതൊരു സ്പേസ് ആക്കി ഉയർത്തേണ്ട കാര്യമില്ല എന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം കൊണ്ടുകൂടിയാണ്. ഒരു കാര്യമില്ല, ഡൽഹി ചർച്ച നടക്കുമ്പോൾ ശശി തരൂരും കൂടെ ഇരിക്കുന്ന ആ വേദിയിലാണ് വളരെ കൃത്യമായി, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞു ആ മീറ്റിങ്ങിൽ. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്: മോഡിയെ അനുകൂലിക്കുന്നതും അതുപോലെ കോൺഗ്രസ് വിരുദ്ധ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതും പാർട്ടി വിരുദ്ധ നടപടിയാണ്, ശരിയായ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ആ ഒരു സ്പിരിറ്റ് എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. ശശി തരൂരും കൂടുതലായി അത് ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഞാനിപ്പോഴും ഞാനത് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ അതാണ്. അദ്ദേഹം ആ സ്പിരിറ്റ്, ഡൽഹി ഹൈക്കമാൻഡ് ചർച്ചയുടെ ആ ഒരു സ്പിരിറ്റ് അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വരും ദിവസങ്ങളിൽ ഒരു തിരുത്തൽ അദ്ദേഹത്തിൽ ഉണ്ടായേക്കും. ഞാൻ പറഞ്ഞല്ലോ, അത് തീർച്ചയായും ആ ഒരു സ്പിരിറ്റ്, ഡൽഹി ഡിസ്കഷൻ്റെ ഒരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് അതാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ നയിക്കുന്നത്. തീർച്ചയായും എല്ലാവരും തന്നെ ആ തരത്തിലുള്ള പാതയിലേക്ക് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും. അതുവഴി ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസിനെ വിജയത്തിലേക്ക് എത്തിക്കും.